ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്. അരി ചേർത്തതിന് ശേഷം ചെറിയ ഉള്ളിയും കൊഞ്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കൊഞ്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി എരിവിനാവശ്യമായിട്ട് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ മസാലപ്പൊടിയൊന്നും ഇടത്തില്ല. പിന്നെ ചില ആൾക്കാർ കൊഞ്ചൊക്കെ വയ്ക്കുമ്പോൾ മസാലപ്പൊടി ചെറിയൊരു മണത്തിന് വേണ്ടി ഇടാറുണ്ട്. ഞങ്ങൾ ഇടാറില്ല. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൊഞ്ചിൽ നല്ല രീതിയിൽ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്തായി? വൗ വൗ, യമ്മി ക്രഞ്ചി. അങ്ങനെ കൊഞ്ച് കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ചോറ് ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി വെച്ച് വേവിച്ച ചോറാണ്. വടിച്ചെടുത്തതാണ് നമ്മൾ. അതിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കൊഞ്ച് ബിരിയാണിക്കായിട്ട് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അതിനകത്ത് നാരങ്ങ ചേർക്കാറില്ല. ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നാരങ്ങയും കൊഞ്ചും തമ്മിൽ ചേരില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ കൊഞ്ചിൻ്റെ കൂടെ നാരങ്ങ യൂസ് ചെയ്യാറില്ല. അല്ലാതെ സാധാ ബിരിയാണി വയ്ക്കുമ്പോൾ ചോറ് വേവിക്കുമ്പോൾ നമ്മൾ നാരങ്ങ ചേർക്കാറുണ്ട്. ഓക്കെ. ചോറും കൊഞ്ചും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കടുതളിച്ച് വിത്താം. നെയ്യിലിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഗൈസ്, അങ്ങനെ കൊഞ്ച് ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.